ഹലോ, നമ്മൾ സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡിലേക്ക് ഒരു ട്രിപ്പ് പിടിക്കാൻ പോവാണ്. 2 days ട്രിപ്പാണ്. ഓൾറെഡി ക്യാമ്പിംഗ് സൈറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ബീച്ച് ഡ്രൈവ് ഒക്കെ നടത്തി വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമാ. നമ്മുടെ ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം ഒരു 150 kilometers ട്രാവൽ ചെയ്ത് നമ്മളൊരു ജങ്കാറ് പിടിച്ച് വേണം സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡിലെത്താൻ. ഓൾറെഡി സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡിൽ ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ജങ്കാറും ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. നേരെ ഒറ്റ പോക്കായിരുന്നു വീക്കെൻഡ്. ഞങ്ങളിത് പോയത് ഏകദേശം ഒരു 1 month മുമ്പാണ്. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് ബിസി ആയിപ്പോയി. ഒരു 6 o'clock ആയപ്പോൾ തന്നെ എല്ലാവരും പിക്ക് ചെയ്ത് ഒരു 8 o'clock ആയപ്പോഴേക്കും ജങ്കാറിലെത്തി. ജങ്കാറിൽ നല്ല വ്യൂ ആയിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് പറ്റുന്ന അത്രയും വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 45 minutes ട്രാവൽ ജങ്കാറിൽ കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രാഡ്ബ്രോക്ക് എത്തി. ഇവിടെ എല്ലാവരും സ്ട്രാഡി എന്നാണ് വിളിക്കുക. ഒരു എന്താ പറയുക, ഒരു ചെല്ലപ്പേര്, ഒരു നിക് നെയിം എന്നുള്ള സെറ്റപ്പിലാണ് സ്ട്രാഡി എന്നായി കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ലാൻഡ്സ്കേപ്സ് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബീച്ചസ്, പിന്നെ ഐലൻഡ് എന്ന് പറയുമ്പോൾ പറയണ്ടല്ലോ, ബീച്ചസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ജങ്കാറിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ പോലെ തന്നെ ലൈനായിട്ട് ഫ്രണ്ടിൽ പോകാൻ വേണ്ടി ലാൻഡ് ക്രൂസർ തന്നെ. ലാൻഡ് ക്രൂസർ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലാൻഡ്സ്കേപ്പ്. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി വണ്ടി ഒന്ന് നിർത്തിയുള്ളൂ മാപ്പ് ഇടാനായിട്ട്. അപ്പോഴേ മനസ്സിലായി കാശ് പോയില്ല, ട്രിപ്പ് വേർത്താണ്. ഞങ്ങൾ നേരെ ഇവിടുന്ന് മാപ്പിട്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റ് വെച്ച് പിടിച്ചു. ഇവിടുന്ന് ഏകദേശം ഒരു 35 kilometers ഉണ്ടായിരുന്നു. മെനിഞ്ചറ ബീച്ചിലാണ് നമുക്ക് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിരുന്നത്. 2 nights-നാണ് നമുക്ക് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ ക്യാമ്പ് ചെയ്ത്, ഇവിടെ എല്ലാവരും 1 night ആണ്, പക്ഷേ ഞങ്ങൾ ക്യാമ്പ് ചെയ്ത് അവിടെ എല്ലാ സ്ഥലം കണ്ടിട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഈ ബീച്ചിൻ്റെ സൈഡിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. ബീച്ചിലല്ല, ബീച്ചിനെ തൊട്ട് പുറകിൽ. നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. അവിടെ തൊട്ടപ്പുറത്ത് അടുത്ത് വേറെ ഒരുപാട് ടെൻസും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയായി ഞങ്ങൾ പുതിയ സൈറ്റ് പിടിക്കാൻ പ്ലാൻ ചെയ്തേക്കുവാണ്. ആദ്യം ഞങ്ങൾ പോയത് ബ്രൗൺ ലേക്ക് ആയിരുന്നു. കണ്ടില്ലേ, ഇതാണ് ബ്രൗൺ ലേക്ക്. ബ്രൗൺ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ചെളി കലങ്ങി കിടക്കുന്നതല്ല, ഈ ലേക്കിൻ്റെ കളർ എങ്ങനെയാണ് ഇവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു എന്താ പറയുക, ഒരു റമ്മ് ബ്രാൻഡി ചുമ്മാ കലക്കി വെച്ച പോലെ ഇരിക്കും. ശരിക്കും നമ്മുടെ കയ്യിലെടുത്താൽ പോലും ആ വെള്ളത്തിൻ്റെ കളർ ബ്രൗൺ ആയിരിക്കും. അത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ കാണുന്ന ഫുൾ റിവറിലും അങ്ങനെയാണ്. ഈ റിവർ മീൻസ് ലേക്കിൽ. ഞാൻ വേണമെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, മൊത്തത്തിലൊരു ബ്രൗണിഷ്. നമ്മൾ കയ്യിലിങ്ങനെ ചുമ്മാ എടുത്താൽ പോലും ഇങ്ങനെ എന്താ പറയുക, ബ്രൗൺ ആയിട്ടിരിക്കും. ഞങ്ങളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ പോയി. ഈവനിങ് ആയപ്പോഴേക്കും എന്നിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ തുടങ്ങി. ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞാൻ ഫോണിലെടുത്തതുകൊണ്ട് കുറച്ച് പോർട്രേറ്റ് സെറ്റപ്പിലേക്ക് മാറിപ്പോയി. പക്ഷേ ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഭയങ്കര വേർത്തായിട്ട് തോന്നി. കണ്ടതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക, ടൈം എടുത്ത് ഇരുന്ന് കണ്ട ഒരു സൺസെറ്റായിരുന്നു. ഞാൻ നൈറ്റ് ആയപ്പോഴേക്കും ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഗുണമായിരുന്നു. കാരണം ബീച്ചിൻ്റെ സൈഡിൽ ആ നിലാവൊക്കെ കണ്ടിരുന്ന് അടിപൊളി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. ഏകദേശം ഒരു 1 o'clock വരെ ഇരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ ഇരുന്ന് തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. കാരണം ഞങ്ങൾ ഈ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോയി. ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് ഞങ്ങളുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കയ്യിൽ ഫുള്ള് ഫുഡും മാരിനേഷനും എല്ലാം സംഭവമായിട്ടിരിക്കുമായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ വീഡിയോസ് മിസ്സായിപ്പോയി. പിന്നെ മെയിൻ സംഭവമുണ്ട്, ഞങ്ങൾ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് കുറേ ഭാഗത്തെ വീഡിയോസ് ഞങ്ങളിന്ന് മിസ്സായിപ്പോയി. ഈ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ടെൻറ്റിൽ പോയി. അന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി നെക്സ്റ്റ് ഡേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആദ്യം പോയത് ബീച്ച് ഡ്രൈവ്. 4x4 ആക്സസ് ഉള്ള ബീച്ച് ഡ്രൈവ് ഒരു രക്ഷയിലായിരുന്നു. നമ്മുടെ പ്രാഡോ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. എന്താ പറയുക, ഓഫ് റോഡ് ടയേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോയില്ല. നമ്മൾ മാക്സിമം ഈ ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെ നിൽക്കാൻ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. അടിപൊളി വൈബായിരുന്നു. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാണ് എല്ലാത്തിലും ഒരേ ടീഷർട്ടാണ്. പേടിക്കേണ്ട, ടീഷർട്ട് അവിടെ വാഷ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സ് വാഷ് ചെയ്ത് അവിടെ തന്നെ ഉണക്കി നെക്സ്റ്റ് ഡേ ഇട്ടുകൊണ്ട് വരാം. കാരണം ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ലോണ്ട്രി, ടോയ്ലറ്റ്, ഷവർ എടുക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട്. ആ ബീച്ചിൽ തന്നെ ചാടി നേരെ പോയി ഷവർ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓക്കെ ആയിരുന്നു. കുറേ നേരം ഞങ്ങൾ പ്രാഡോയൊക്കെ ഇട്ട് കറക്കി ബീച്ചിലിട്ട് എക്സ്പ്ലോർ ചെയ്തു. ബീച്ചെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് വശത്ത് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഇറങ്ങി ബീച്ചിലേക്കും പോയായിരുന്നു.
അപ്പോൾ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറേ വീഡിയോസൊന്നും കിട്ടിയില്ല. പക്ഷേ നൈസായിരുന്നു. അതുപോലെ തന്നെ കുറേ ഉപ്പുവെള്ളമൊക്കെ കാറിൽ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ് തുരുമ്പ് പിടിക്കും. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ചെയ്തില്ല. നേരെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കാർ വാഷിനായിരുന്നു. കാർ വാഷ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടി നോക്കിയത്. ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു, അത് വേറെ കാര്യം. കേരളത്തിൽ 1-2 ഡ്രൈവിംഗ് ബീച്ച് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെയൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് സാധിച്ചു. മാക്സിമം അവിടെ മുഴുവൻ കറങ്ങി. ഇത് കഴിഞ്ഞ് നേരെ പോയത് സ്ട്രാഡിയയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ്. ഹെവൻ എന്നെനിക്ക് തോന്നിയൊരു സ്ഥലമായിരുന്നു. ഇവിടെ വന്നിട്ട് ഭയങ്കര വേർത്തായിരുന്നു, കണ്ടിരിക്കാൻ തന്നെ. ഞങ്ങൾ ഏകദേശം ഒരു ഹാഫ് ഡേ ആ മൗണ്ടൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ക്യാമ്പ് ചെയ്ത ബീച്ചുണ്ട്, ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് മൗണ്ടൻ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് കയറി പോകണം. ഞങ്ങളത് ചെയ്യാതെ ഞങ്ങൾ വണ്ടി എടുത്ത് കറങ്ങി പോകാവുന്നൊരു റൂട്ടുണ്ട്, ആ റൂട്ടിലൂടെയാണ് ഇവിടേക്ക് പോയത്. പണ്ടത്തെ വിൻഡോസിൻ്റെ വാൾപേപ്പറിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ ഐറ്റംസ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ഡേ അടുത്ത് ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. കാരണം കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ്ടേ, ഞങ്ങൾ പോയെന്നറിയണമല്ലോ, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്കറിയാം ഫോണിലെടുത്തതുകൊണ്ട് വീഡിയോസൊക്കെ പോർട്രേറ്റ് ആയതുകൊണ്ട് കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ അടിപൊളിയായിരുന്നു. അന്നത്തെ ആ സിറ്റുവേഷനിൽ ഫോണിലെടുക്കാനേ പറ്റുള്ളൂ, ബിക്കോസ് എല്ലാം ചാർജ് തീർന്ന് ഓഫായിരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ച് എല്ലാം സെറ്റായി പോകാനുള്ള ഒരുക്കമായി തുടങ്ങി. കാരണം ഞങ്ങളുടെ അടുത്ത് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തതും കഴിഞ്ഞു, പോകുന്നതിൻ്റെ മാക്സിമം സ്ഥലത്തും പോയി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അധികം ബീച്ചസും ലേക്സും പോയായിരുന്നു. അതിലിത്ര സ്പെഷ്യാലിറ്റി ഇല്ലായിരുന്നു. ഞാൻ സ്പെഷ്യലായ സ്ഥലങ്ങൾ മാത്രം കാണിച്ചാണ് വീഡിയോസ് എടുത്ത്. ഇപ്പോൾ ഞങ്ങൾ ലൈൻ നിൽക്കുവാണ് ജങ്കാറ് പിടിക്കാനായിട്ട്. ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരുന്നു ജങ്കാറ് വരാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നേരെ ജങ്കാറിൽ കയറ്റി അവിടെ ചെല്ലുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് കയറി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്, വണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. അവർ പറഞ്ഞ സ്ഥലത്ത് കയറ്റി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്തത് തന്നെ, നേരെ വണ്ടി ലോക്ക് ചെയ്ത് ടോപ്പ് ഫ്ലോറിലേക്ക് വിട്ടു വ്യൂ കാണാനായിട്ട്. സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞ കാരണം സൺസെറ്റിൻ്റെ വ്യൂ ഞങ്ങൾക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. ബട്ട് നല്ല ഓറഞ്ച് സ്കൈ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വണ്ടി അവിടെ താഴെ കിടപ്പുണ്ട്. ഞങ്ങളിവിടെ ആകാശത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തിരിച്ച് ഇതുപോലെ തന്നെ 180 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കഫേ കയറി ഒരു കോഫി ഓർഡർ ചെയ്തു. കോഫിയും കുടിച്ച് തിരിച്ച് നേരെ ബ്രിസ്ബെയിനിലേക്ക്.